ഈ മാസം 9-ാം തീയതി കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അടുത്ത 5 വർഷക്കാലം കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ്. സമാനതകളില്ലാതെയാണ് കഴിഞ്ഞ 9-10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചത്. പണ്ട് 1977 ഒരു തുടർഭരണമുണ്ടായെങ്കിലും മുഖ്യമന്ത്രി മാറി. പക്ഷെ അതാ ഞാൻ പറഞ്ഞ സമാനതകളില്ല. ഒരുമിച്ച് ഒരേ വ്യക്തി കേരളത്തിൽ 2 പ്രാവശ്യം മുഖ്യമന്ത്രിയാകുന്നത് ശ്രീ പിണറായി വിജയനാണ്. ആ ഭരണം 10 വർഷക്കാലം പൂർത്തിയാക്കി. ആ ഭരണത്തിനെതിരെ കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും ഈ ഗവൺമെൻറ് മാറണമെന്നുള്ള വികാരത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ 2 മുന്നണികൾ മാത്രമല്ല, മൂന്നാമതൊരു മുന്നണിയുണ്ട്. ആ മൂന്നാമത്തെ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ദേശാടന പക്ഷിയായ കെ സുരേന്ദ്രൻ. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പ്രധാനമന്ത്രി വരുന്ന രീതിയിലാണ് ഹെലികോപ്റ്ററിലൂടെ വന്നത്. ഹെലികോപ്റ്ററിലൂടെ വന്ന് നോമിനേഷൻ കൊടുത്തു. പിന്നെ അഞ്ജന വിട്ട് നോക്കിയിട്ട് പുള്ളിയെ കണ്ടിട്ടില്ല. ഇവിടെ നേരെ പറന്നു പോയത് കോന്നിയിലേക്കാണ്. അവിടെയും നോമിനേഷൻ കൊടുത്തു, ഇവിടെയും നോമിനേഷൻ കൊടുത്തു. 2 വളരെ ദയനീയമായി കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടു. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾ മത്സരിച്ചാൽ, അദ്ദേഹത്തെ ജനങ്ങൾ തോൽപ്പിച്ചാൽ, പിന്നെ അയാൾ ആ മണ്ഡലത്തിൽ സ്ഥിരമായി നിന്ന് തന്നെ തോൽപ്പിച്ച ജനങ്ങളോട് സ്നേഹം, സഹകരണം, സഹായമൊക്കെ നൽകി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ MLA ആകാൻ ശ്രമിക്കുക ചെയ്തത്. പക്ഷേ ഇവിടെ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഈ മണ്ഡലത്തിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഇത്തവണയും പുള്ളി പോയാൽ പിന്നെ അടുത്ത 5 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു നോമിനേഷൻ കൊടുക്കാൻ ഇവിടെ വരൂ എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടൽ. നമുക്കറിയാം, ഈ ഗവൺമെൻറ് മാറണം എന്ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്താണതിൽ പ്രധാനപ്പെട്ട കാരണം? ഈ ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 1957 കേരളം ഭരിച്ച EMSൻ്റെ ഗവൺമെൻറ് തൊട്ട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വരെ ഏതാണ്ട് 1,50,000 കോടി രൂപയുടെ കടമാണ് വരുത്തി വെച്ചതെങ്കിൽ 6,50,000 രൂപയുടെ കടമാണ് ഈ ഗവൺമെൻറ് 10 വർഷം കൊണ്ട് വരുത്തി വെച്ചത്. ഏതെങ്കിലും ഒരു മേഖലയിൽ ഈ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? പിണറായി വിജയൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ്? നമുക്കറിയാം, നമ്മുടെ അഭിമാന പ്രോജക്റ്റാണ് വിഴിഞ്ഞം. ആരാ വിഴിഞ്ഞം കൊണ്ടുവന്നത്? ഉമ്മൻചാണ്ടിയല്ലേ കൊണ്ടുവന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ ആ വിഴിഞ്ഞം ഇവിടെ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുമ്പോൾ 5,000 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ പിണറായി വിജയനും അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനും ഉന്നയിച്ചത്. അവർ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞു, ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടിയിട്ട് മാത്രമേ വിഴിഞ്ഞം ഇവിടെ വരൂ. അന്ന് സഭയ്ക്കകത്തും പുറത്തും ഉമ്മൻചാണ്ടി പറഞ്ഞു, നിങ്ങളുടെ ശവത്തിൽ ചവിട്ടേണ്ടി വന്നാൽ ചവിട്ടും, പക്ഷേ കേരളത്തിൻ്റെ സ്വപ്ന പ്രോജക്റ്റായ വിഴിഞ്ഞം ഞാനാണ് മുഖ്യമന്ത്രിയെങ്കിൽ കൊണ്ടുവന്നിരിക്കും. കൊണ്ടുവന്നു. ആ പ്രോജക്റ്റ് ഇന്ന് കേരളത്തിൻ്റെ അഭിമാന സ്തംഭമാണ്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് മാറി. ആ പ്രോജക്റ്റിന് കാർമ്മികത്വം വഹിച്ച ഉമ്മൻചാണ്ടിയെ ആ ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണിക്കാനുള്ള സാമാന്യ മര്യാദ പോലും പിണറായി വിജയൻ കാണിച്ചില്ല. രണ്ടാമത് നമുക്കറിയാം, മെട്രോ തീവണ്ടി. കർണാടകത്തിലും ഡൽഹിയിലുമൊക്കെ മെട്രോ തീവണ്ടി ഓടുന്നു. ഞങ്ങളൊക്കെ ഡൽഹി പോകുമ്പോൾ മനസ്സ് കുളിർക്കെ കാണും, സഞ്ചരിക്കും. എൻ്റെയൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, കേരളത്തിൽ എന്തെങ്കിലും ഒരു മെട്രോ തീവണ്ടി വരുമോ? വന്നില്ലേ? കൊണ്ടുവന്നില്ലേ? ആരാണ് മെട്രോ തീവണ്ടി കൊണ്ടുവന്നത്? നമുക്കറിയാം, നമ്മുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി. തീവണ്ടി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് പരീക്ഷണ ഓട്ടം ഓടി.
ഉമ്മൻചാണ്ടി ആ തീവണ്ടിയിൽ, മെട്രോ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന നിങ്ങളെല്ലാം കണ്ടില്ലേ? പക്ഷെ ഉദ്ഘാടനം വന്നു, ഗവൺമെൻറ് മാറി, ഉമ്മൻചാണ്ടി ആ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ശ്രീ പിണറായി വിജയൻ കാണിച്ചില്ല. ഇന്ന് കേരളത്തിൻ്റെ അഭിമാന സ്തംഭമാണ് കണ്ണൂർ വിമാനത്താവളം. ഒരു നാട് വികസിക്കണമെങ്കിൽ, സമഗ്രമായ പുരോഗതി വരണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. നമുക്ക് തുറമുഖങ്ങൾ വേണം, നമുക്ക് വിമാനത്താവളങ്ങൾ വേണം, വിമാനത്താവളത്തിൻ്റെ റൺവേ പോലെ മനോഹരമായ റോഡുകൾ വേണം. ഇന്ന് കണ്ണൂരിൻ്റെ അഭിമാന സ്തംഭമായ വിമാനത്താവളം ഉമ്മൻചാണ്ടിയല്ലേ കൊണ്ടുവന്നത്? അതിൻ്റെ റൺവേയുടെ പണി പൂർത്തിയായില്ലേ? ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തില്ലേ? അനൗദ്യോഗികമായി അമിത്ഷാ ആ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയില്ലേ? എന്നിട്ട് ഉദ്ഘാടനം നടക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയെ വിളിച്ചോ? അദ്ദേഹത്തിൻ്റെ പേര് ആ നോട്ടീസിൽ വെച്ചോ? നിങ്ങൾ ആലോചിക്കണം. രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി കഴിഞ്ഞ 10 വർഷക്കാലം തൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യാൻ ശ്രീ പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുജന സമ്പർക്ക പരിപാടി 2 പ്രാവശ്യം നടത്തിയില്ലേ ഉമ്മൻചാണ്ടി? വാരിക്കോരി കൊടുത്തില്ലേ ജനങ്ങൾക്ക്? ശ്രീ EP ജയരാജൻ അന്ന് ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരി ഉമ്മൻചാണ്ടിയുടെ ബഹുജന സമ്പർക്ക പരിപാടി കണ്ണൂർ നടക്കുമ്പോൾ ഒരു നിവേദനം കൊടുത്ത്, ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി കൊടുത്ത ആനുകൂല്യം പറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? 2 പ്രാവശ്യമാണ് ബഹുജന സമ്പർക്ക പരിപാടി നടത്തിയത്. ഏഷ്യയിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി പറഞ്ഞത് കോൺഗ്രസ് അല്ല, UDF അല്ല, ഐക്യരാഷ്ട്ര രക്ഷാസഭ. ആ ഐക്യരാഷ്ട്ര രക്ഷാസഭ ഏഷ്യയിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. മാത്രമാണോ? കാരുണ്യ ബെനവലൻ ഫണ്ട്, കോക്ലിയർ ഇംപ്ലാന്റേഷൻ, ആ ഉമ്മൻചാണ്ടിയെ അപമാനിക്കാൻ, അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഒരു പ്യൂണായ ജോപ്പനെ ഉപയോഗിച്ചു, സരിതയെ ഉപയോഗിച്ചു. എത്രയെത്ര കേസുകളാണ് ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്തത്? കേസ് CBIക്ക് വിട്ടില്ലേ? എന്തെല്ലാം അന്വേഷണം നടന്നു ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കാൻ? ഉമ്മൻചാണ്ടിയുടെ ഒരു രോമത്തിൽ തൊടാൻ പിണറായി വിജയന് കഴിഞ്ഞോ? CBIക്ക് കഴിഞ്ഞോ? സംശുദ്ധമായ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഉടമസ്ഥനല്ലേ ഉമ്മൻചാണ്ടി? ഇന്ന് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്തെല്ലാം ആക്ഷേപമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായി രാജ്യത്ത്. ജ്യോതി ബാസു, ബുദ്ധദേവ് ഭട്ടാചാര്യ, നൃപൻ ചക്രവർത്തി, ദശരഥദേവ്, മണിക് സർക്കാർ, EMS നമ്പൂതിരിപ്പാട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ചേലാട്ട് അച്യുതമേനോൻ, PK വാസുദേവൻ നായർ, EK നയനാർ, അച്യുതാനന്ദൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്രയെത്ര മുഖ്യമന്ത്രിമാർ ബംഗാളിൽ, ത്രിപുരയിൽ, കേരളത്തിൽ. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കെതിരെ, അവരുടെ കുടുംബത്തിനെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണം കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ, ബംഗാളിൽ, ത്രിപുരയിൽ, കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ മകനെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് ഒരു അധോലോക കേന്ദ്രമായി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം അടിസ്ഥാനരഹിതമല്ല, അടിസ്ഥാനത്തോടുകൂടി ഉന്നയിച്ചതാണ്. ഇല്ലെന്ന് പറയാമോ? മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് അഴിമതിയുടെ ചെളിക്കുണ്ടിൽ മുങ്ങിത്താണിരിക്കുന്നു. അതുപോലെ അദ്ദേഹം ഇന്ന് അഴിമതിയുടെ ശരശയിൽ കിടന്ന് പിടയുകയാണ്. 10 വർഷക്കാലം നിങ്ങൾ ആലോചിച്ച് നോക്കേ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാ? ശിവശങ്കരൻ. 125 ദിവസം ജയിലിൽ കിടന്നു. എന്തിനാ ജയിലിൽ കിടന്നത്?
ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനാണോ? ദണ്ഡി യാത്രയിൽ പങ്കെടുത്തതിനാണോ? ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ചതിനാണോ? അല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ ദുബായിൽ നിന്ന് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി പിടിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ 125 ദിവസം ജയിലിൽ. മുഖ്യമന്ത്രി മിണ്ടിയോ? അയാളെ പുറത്താക്കിയോ? എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലയാക്കാൻ മണ്ണിൽ ഇടമില്ല. ഇടമുണ്ടാക്കാനാണ് ലൈഫ് കൊണ്ടുവന്നത്. ആ ലൈഫിന് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റെഡ് ക്രസന്റ് 20 കോടി രൂപ കൊടുത്തു. 9 കോടി രൂപ ഈ കള്ളൻ ശിവശങ്കരൻ കട്ടു. അയാൾ അക്കൗണ്ടിലോട്ട് മാറ്റി തൊണ്ടി സഹിതം പിടിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി 2 അഴിമതി നടത്തിയിട്ട് ഈ മുഖ്യമന്ത്രി മിണ്ടിയോ? നിങ്ങൾ ആലോചിക്കണം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ജോർജ് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി നടത്തി. കേരളത്തിലെ ഏറ്റവും വലിയ കരിഞ്ചന്തക്കാരൻ, കൊള്ളക്കാരൻ, കരിമണൽ കർത്തായുടെ കയ്യിൽ നിന്ന് 2.72 കോടി രൂപ ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങിച്ചു, പിടിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ SFIO, സീനിയർ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അവരെ പ്രതിയാക്കി കേസെടുത്തു. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടേയില്ല. കേസ് ഇഡിക്ക് വിട്ടു. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ ED നോട്ടീസ് കൊണ്ടുപോയി ഒട്ടിച്ചു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ. അദ്ദേഹം അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കേ, എത്രയെത്ര അഴിമതികളാണ് മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് ശ്രീ പിണറായി വിജയൻ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിന് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രിയും കേൾക്കാത്ത അഴിമതി ആരോപണം കഴിഞ്ഞ 10 വർഷക്കാലമായി കേട്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്. ഈ രാജ്യം ഹിന്ദുക്കൾക്ക് മാത്രമുള്ള രാജ്യമല്ല. ഹിന്ദുവിനെ പോലെ മുസൽമാനും ക്രിസ്ത്യാനിക്കും പാർസിക്കും ബൗദ്ധനും ജൈനനും സിഖുകാരനും ജീവിക്കാനാണ് ഈ രാജ്യം ഒരു മതേതര രാജ്യമാക്കിയത്. മതേതരത്വമാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. ബഹുസ്വരതയാണ് മതേതരത്വം. നാനാത്വത്തിൽ ഏകത്വമാണ് മതേതരത്വം. ആ മതേതരത്വം അട്ടിമറിച്ച് ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ നിലകൊള്ളുന്ന BJPയുമായി രഹസ്യധാരണ ഉണ്ടാക്കി ഈ അഴിമതി കേസുകളിൽ നിന്ന് ഓരോന്നോരോന്നായി മുഖ്യമന്ത്രി രക്ഷ നേടിക്കൊണ്ടിരിക്കുന്നു. SNC ലാവലിൻ കേസ് 38 പ്രാവശ്യം മുഖ്യമന്ത്രിക്ക് മാറ്റിവെച്ചു കൊടുത്തു CBI കോടതി. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ED നോട്ടീസ്, മകൻ ED നോട്ടീസ്, ശിവശങ്കരന് നോട്ടീസ്. എല്ലാം കോംപ്രമൈസ് ചെയ്യുന്നു പിണറായി വിജയൻ. പക്ഷേ ഈ രാജ്യം ഒരിക്കലും BJPയെ വെച്ചു പൊറുപ്പിക്കില്ല. കാശ്മീരിലെ മുസൽമാന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കൊടുത്ത ഭരണഘടനയുടെ പ്രത്യേക അവകാശം 370 എടുത്തുകളഞ്ഞ മോഡി, 35A എടുത്തുകളഞ്ഞ മോഡി, ഈ രാജ്യത്തെ മുസൽമാന്മാർ നിങ്ങളോട് ഈ ജന്മം പൊറുക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഒരു ഹിന്ദു രാഷ്ട്രവാദിയാണ്. നിങ്ങൾക്കറിയുമല്ലോ, രണ്ടാമത്തെ ശരിയത്ത് നിയമം കൊണ്ടുവന്നു. ആരാ ശരിയത്ത് നിയമം കൊണ്ടുവന്നത്? രാജീവ് ഗാന്ധി. അർദ്ധരാത്രി 12 മണിക്ക് പാർലമെന്റ് കൂടി ശരിയത്ത് നിയമം പാസാക്കുമ്പോൾ മാർസിസ്റ്റുകാർ വിളിച്ചു പറഞ്ഞു, ഈ രാജ്യത്തെ കാക്കാമാർക്ക് 4 പെണ്ണ് കെട്ടാൻ രാജീവ് ഗാന്ധി ആ നിയമം ഉണ്ടാക്കി കൊടുത്തു. ശരിയത്ത്. ആ ശരിയത്തിനെ കളിയാക്കി. ഇപ്പൊ എന്താണ്? തലാക്ക് 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 ചൊല്ലി ഒരു പെൺകുട്ടിയെ ഒരു മുസൽമാൻ മൊഴി ചൊല്ലിയാൽ അതൊരു സിവിൽ നിയമം മാത്രമായിരുന്നു ഈ രാജ്യത്ത്. ഇപ്പോൾ അത് ക്രിമിനൽ നിയമമാക്കി മാറ്റി.
പെൺകുട്ടിക്ക് പരാതിയില്ലെങ്കിൽ, കുടുംബത്തിന് പരാതിയില്ലെങ്കിൽ സൊമോട്ടോ കേസെടുത്ത് ആ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് ഇരുമ്പഴികൾക്കുള്ള അടച്ച് ജയിലിൽ കിടക്കുന്ന ഭർത്താവ് ജീവനാംശം കൊടുക്കണമെന്നൊരു നിയമമുണ്ടാക്കി ഈ രാജ്യത്ത് പാർലമെന്റിൽ. മാത്രമാണോ? വഖഫ് അള്ളാഹുവിന്റെ സ്വത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ, അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഇസ്ലാം, ആ ഇസ്ലാമിന്റെ സമ്പത്താണ് വഖഫ്. അള്ളാഹുവിന്റെ സ്വത്താണ് വഖഫ്. ആ വഖഫിന്റെ സ്വത്ത് പിടിച്ചെടുക്കാൻ പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നു ഈ മോഡി. പൊറുക്കാൻ പറ്റൂ? ആർട്ടിക്കിൾ 14 ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്, the state shall not deny to any person equality before law or equal protection of the law within the territory of India. ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചു വീണ എല്ലാ പൗരന്മാരും ഭരണഘടനയുടെ മുമ്പിൽ സമന്മാരാണ്, തുല്യന്മാരാണ്. 80% ഹിന്ദുക്കളുള്ള രാജ്യത്തിന്റെ ഭരണഘടന എഴുതി വച്ചിരിക്കുന്നു. ഈ രാജ്യത്തെ ഹിന്ദുവിന് എന്ത് അവകാശമുണ്ടോ അത് മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിക്കുണ്ട്, പാർസിക്കുണ്ട്, ബൗദ്ധനുണ്ട്, ജൈനനുണ്ട്, സിഖുകാരനുണ്ട്. ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചു വീഴുന്ന എല്ലാ പൗരന്മാരും ഭരണഘടന മുമ്പിൽ സമന്മാരാണ്, തുല്യന്മാരാണ്. ആ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് നരേന്ദ്രമോദി പാർലമെന്റിൽ പൗരത്വ നിയമം ഭേദഗതി ചെയ്തു. ഇനി മുതൽ ഇന്ത്യയിൽ 2 തരം പൗരന്മാർ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും 2ാം തരം പൗരന്മാർ. ഭാവിയിൽ അവർക്ക് വോട്ടവകാശമില്ല. വോട്ടവകാശമില്ലെങ്കിൽ പട്ടിക്ക് സമം. ആധാർ കാർഡ് കിട്ടില്ല, റേഷൻ കാർഡ് കിട്ടില്ല, ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല, കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല, ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്ത പോലെ, ഇറ്റലിയിൽ മുസോളിനി ചെയ്ത പോലെ, സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ ചെയ്ത പോലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കി തൻ്റെ എതിരാളികളെ പീഡിപ്പിച്ച അതേ നയം നരേന്ദ്രമോദി, ഹിന്ദുരാഷ്ട്രവാദിയായ മോദി ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത പാർലമെന്റ് വിളിക്കാൻ പോകുന്നു. 16, 17, 18 തീയതികളിൽ പാർലമെന്റ് നോട്ടീസ് കൊടുത്തു. എന്തിനാ? 2 കാര്യത്തിന്. ഒന്ന്, ഏകീകൃതമായ സിവിൽ കോഡിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ. 2, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട് ഭേദഗതി ചെയ്യാൻ. KMCC ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ്. ലോകത്തിന്റെ 4 ഭാഗത്തുമുള്ള KMCC. ഗൾഫിൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം KMCC ഉണ്ട്. ഇനി 10 രൂപ നാട്ടിലേക്ക് അയക്കണമെങ്കിൽ, ജീവകാരുണ്യ പ്രവർത്തനം നടത്തണമെങ്കിൽ, കിഡ്നി മാറ്റിവെക്കാൻ പണം കൊടുക്കണമെങ്കിൽ, ലിവർ മാറ്റിവെക്കാൻ പണം കൊടുക്കണമെങ്കിൽ, ഒരു ബൈപ്പാസ്, ഒരു ആൻജിയോഗ്രാം, ഒരു ആൻജിയോപ്ലാസ്റ്റി, ഒരു സർജറി നടത്തണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അനുവാദം വേണം, നരേന്ദ്രമോദിയുടെ അനുവാദം വേണം. ആരാണ് പണം അയച്ചത്? എന്തിനാണ് പണം അയച്ചത്? ആ പണം എന്തിനു വിനിയോഗിക്കുന്നു? ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 16, 17, 18 തീയതികൾ ചർച്ച ചെയ്യാൻ പാർലമെന്റ് പ്രത്യേക സമ്മേളനം വിളിച്ചിരിക്കുന്നു. 2020 ബാബറി മസ്ജിദ് പൊളിച്ച് ശ്രീരാമക്ഷേത്രം കെട്ടാൻ ഭൂമി പൂജ നടത്തി നരേന്ദ്രമോദി. 2024 ശ്രീരാമന്റെ ക്ഷേത്രം പൂർത്തിയായി പ്രാണപ്രതിഷ്ഠ നടത്തി നരേന്ദ്രമോദി. 2025 ധ്വജാരോഹണം നടത്തി. ശ്രീരാമക്ഷേത്രത്തിന്റെ മുകളിൽ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, ഇന്നു മുതൽ ഈ രാജ്യം രാമന്റെ രാജ്യമാണ്, ഇത് ഹിന്ദു രാജ്യമാണ്. ഒരു കയ്യിൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളിവാളും മറുകൈയിൽ കഠാരയും ദണ്ഡുമേന്തി ആകാശം പൊട്ടുമാറുച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നു, RSS हिंदुओं को संघ में माना पड़ेगा और एक हिंदू राष्ट्र को उठाना पड़ेगा. ഹിന്ദുക്കളെ, നിങ്ങൾ സംഘത്തിൽ ചേരൂ, RSSൽ ചേരൂ,
ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ നിങ്ങൾ RSSൽ അണിചേരൂ. പട്ടാള ചിട്ടയോടുകൂടി ആയുധ പരിശീലനം കൊടുത്ത് ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ നടക്കുന്ന BJPയുമായി ചങ്ങാത്തം ഉണ്ടാക്കിയിരിക്കുന്നു പിണറായി വിജയൻ. എങ്ങോട്ടാ പോകുന്നത്? നമുക്കറിയാം, ആർട്ടിക്കിൾ 25 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ. ഒരു ജാതിയിൽ വിശ്വസിക്കാൻ, ഒരു മതത്തിൽ വിശ്വസിക്കാൻ, അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ, ആ മതം പ്രചരിപ്പിക്കാൻ ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. ആ അവകാശം ഉപയോഗിച്ചാണ് ഞാനൊരു ഹിന്ദുവായത്. ആ അവകാശം ഉപയോഗിച്ചാണ് നിങ്ങൾ ഓരോരുത്തരും മുസൽമാനായത്, ക്രിസ്ത്യാനിയായത്. നിങ്ങൾക്കിഷ്ടമുള്ള ജാതിയിൽ വിശ്വസിക്കാം, മതത്തിൽ വിശ്വസിക്കാം, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാം, മതം പ്രചരിപ്പിക്കാം. ആ രാജ്യത്താണ് നമുക്കറിയാം, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അട്ടിമറിക്കാൻ സുപ്രീം കോടതി വിധിയുടെ മറവിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ്. അയ്യപ്പൻ ആരാ? ശബരിമല അയ്യപ്പൻ നൈസ്തിക ബ്രഹ്മചാരിയാണ്. ആ നൈസ്തിക ബ്രഹ്മചാരിയുടെ ബ്രഹ്മചര്യം തകർക്കാൻ അമ്മിണിയെ കയറ്റാൻ ശ്രമിച്ചു, ബിന്ദുവിനെ കയറ്റാൻ ശ്രമിച്ചു. സുപ്രീം കോടതി വിധിയുടെ മറവിൽ അയ്യപ്പന്റെ ബ്രഹ്മചര്യം തകർത്ത് അവിടെ യുവതീ പ്രവേശനം നടത്താൻ തീരുമാനിച്ചു പിണറായി വിജയൻ. ശബരിമലയിൽ പെണ്ണുങ്ങൾക്ക് കയറാം. നൈസ്തിക ബ്രഹ്മചാരി ആയതുകൊണ്ട് 10 വയസ്സിന് മുകളിൽ 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ പ്രവേശനമില്ലാത്തത്. 10 വയസ്സിന് താഴെ 50 വയസ്സിന് മേളിൽ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമുണ്ട്. നൈസ്തിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ കാണാൻ യുവതികളെ അനുവദിക്കില്ല. സുപ്രീം കോടതി വിധിയുടെ മറവിൽ അയ്യപ്പന്റെ ബ്രഹ്മചര്യം തകർത്ത് യുവതികളെ കയറ്റാൻ ഒരു ഗവൺമെന്റ് പോലീസിനെ ഉപയോഗിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിൽ വിശ്വസിക്കുന്നു, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന മുഖ്യമന്ത്രി. മതം മനുഷ്യനെ മയക്കുന്ന കറുത്ത മരുന്നാണെന്ന് പറഞ്ഞ കാറൽ മാർക്സിന്റെ അനുയായി ശ്രീ പിണറായി വിജയൻ, നിരീശ്വരവാദിയായ പിണറായി വിജയൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അട്ടിമറിച്ച് ശബരിമലയിൽ അമ്മിണിയെ കയറ്റാൻ ശ്രമിച്ചു, ബിന്ദുവിനെ കയറ്റാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. 2019 40,438 വോട്ട് നിങ്ങളുടെ ഉണ്ണിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ നിങ്ങൾ തന്നു, പാർലമെന്റിൽ അയച്ചു. 2024 അത് 1 ലക്ഷമാക്കി, 1,649,000. അയ്യപ്പന്റെ ഒരു പങ്കില്ലേ അതിനകത്ത്? ഈശ്വര വിശ്വാസികളെ ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തി കോടികൾ തട്ടിച്ചു. ശബരിമല നിങ്ങളുടെ തൊട്ടടുത്ത ഇപ്പൊ വരുന്ന കർണാടകത്തിലെ മുഖ്യമന്ത്രി ശ്രീ സിദ്ധാരാമയ്യയുടെ നാട്ടിൽ കിങ് ഫിഷർ നടത്തിയ വിമാനം ബിയർ, യുണൈറ്റഡ് ബീവറേജ്, അതിന്റെ MD വിജയമല്യ അറിയില്ലേ? 48 കിലോ സ്വർണം കൊടുത്തു ശബരിമലയ്ക്ക്. എന്തിനാ കൊടുത്തത്? അയ്യപ്പന്റെ മുൻവശം ഇരിക്കുന്ന ദ്വാരപാലക ശില്പം സ്വർണമാക്കാൻ, സ്വർണത്തിൽ നിർമ്മിക്കാൻ. വാതിൽപ്പടി, കട്ടിളപ്പടി ഇതെല്ലാം സ്വർണമാക്കാൻ 48 കിലോ സ്വർണം കൊടുത്തു. പ്രഭാമണ്ഡലത്തിൽ ആരാ? പരമശിവനുണ്ട്, അയ്യപ്പന്റെ അമ്മ മഹാവിഷ്ണു മോഹിനി അവരുണ്ട്, അവരുടെ മക്കളായ സുബ്രഹ്മണ്യനുണ്ട്, അതുപോലെ തന്നെ ഗണപതിയുണ്ട്. എല്ലാം സ്വർണം. പ്രഭാമണ്ഡലം സ്വർണം, വാതിൽപ്പടി സ്വർണം, കട്ടിളപ്പടി സ്വർണം, ദ്വാരപാലക ശില്പം സ്വർണം, 48 കിലോ. ഈ കള്ളന്മാര് 10 വർഷമായി കേരളം ഭരിക്കുന്നവന്മാര് ആ സ്വർണം ചെമ്പാന്ന് എഴുതി വെച്ച് സ്വർണം അടിച്ചോണ്ട് പോയി. ആരൊക്കെയാ കൊണ്ടുപോയത്? ഒരുത്തന്റെ പേര് പത്മകുമാർ. ആരാവൻ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. മാത്രമാണോ? കോന്നിയിലെ പഴയ MLA, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പത്മകുമാർ. രണ്ടാമത് വാസു,
കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ കുളക്കട പഞ്ചായത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് 10 കൊല്ലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വാസു, പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസു, അകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇപ്പം ആ പാട്ട് നിങ്ങൾ മറന്നുപോയോ? പോറ്റിയെ കയറ്റിയ ആരാണെന്ന്, സ്വർണം കെട്ടത് ആരാന്ന് എല്ലാവരുടെയും ചുണ്ടിലുണ്ട്. ഈശ്വര വിശ്വാസികളുടെ മുഴുവൻ ചുണ്ടിലുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നാളെ കള്ളം കയറിയും സങ്കല്പിച്ചേ, നിങ്ങളുടെ കുറേ സ്വർണം മോട്ടിച്ചുകൊണ്ട് പോയും സങ്കല്പിച്ചേ. നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്താൽ പോലീസ് വരും. പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ പോലീസിൻ്റെ പട്ടിയെ കൊണ്ടുവരും. ഇപ്പം പട്ടിയേക്കാൾ പോലീസിനേക്കാൾ ഭേദം പട്ടിയാണ്. കാര്യം അത് മണത്തെങ്കിലും കണ്ടുപിടിക്കും. നിങ്ങളുടെ വീട്ടിലൊരു മോഷണം നടന്നാൽ പോലീസിൽ പരാതി കൊടുത്താൽ പോലീസ് വരും, കള്ളനെ പിടിക്കും, കയ്യാമം വയ്ക്കും, ഇരുമ്പടികൾക്കുള്ള അടയ്ക്കും, കോടതി കൊണ്ടുപോകും, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും, റിമാൻഡ് ചെയ്യിക്കും. ഇതാണ് ആദ്യത്തെ പ്രൊസീജിയർ. മാത്രമാണോ? തൊണ്ടി മുതൽ കണ്ടെടുക്കണം, മോട്ടിച്ച സ്വർണം കണ്ടെടുക്കണം, കുറ്റപത്രം തയ്യാറാക്കണം, കോടതി കൊടുക്കണം. ഇന്ത്യൻ ജുഡീഷ്യറി പറയുന്നത് ഈ പ്രക്രിയ 90 ദിവസത്തിനകം പൂർത്തിയാക്കണം. ആക്കിയില്ലെങ്കിൽ ജയിലിൽ പിന്നെ അവരെ കിടത്താൻ നിയമം അനുവദിക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ, വാസു, അതുപോലെ തന്നെ ശങ്കരദാസ്, വിജയകുമാർ, എല്ലാവന്മാരും ജയിലിൽ കിടന്നു. എല്ലാവരും ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്തു. ഒറ്റ ഒരുത്തന് ബെയിൽ കിട്ടിയില്ല. 90 ദിവസം കടന്നു. കുറ്റപത്രം തയ്യാറാക്കാത്തതുകൊണ്ട് എല്ലാത്തിനെയും തുറന്നു വിട്ടു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയുണ്ടോ? വഖഫിൻ്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ BJP, ശബരിമലയിലെ സ്വത്ത് അടിച്ചു മാറ്റാൻ പിണറായി വിജയൻ. ഒന്ന് കായംകുളം കൊച്ചുണ്ണി, പിന്നൊന്ന് ഇത്തിക്കരപ്പക്കി. രണ്ടും മോഷണം തന്നെ, ഗ്രേഡ് കൂടിയ മോഷണം. നിങ്ങൾ ആലോചിച്ചേ, ഈ ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം തകർക്കാൻ യുവതികളെ കയറ്റാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. അയ്യപ്പ സംഗമം കോടികൾ ചെലവാക്കി നടത്തി, അതിലും പരാജയം. അയ്യപ്പൻ്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയി കള്ളന്മാരെ മുഴുവൻ രക്ഷിച്ചു. കാരണം കുറ്റപത്രം സമർപ്പിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചു പറയും കടകംപള്ളി അകത്താക്കാൻ, വാസവനെ അകത്താക്കാൻ, അതുപോലെ തന്നെ പ്രശാന്തിനെ അകത്താക്കാൻ. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവനെല്ലാം അകത്ത് പോകും, യാതൊരു സംശയവും വേണ്ട. ശബരിമല അയ്യപ്പനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഈ പ്രദേശത്തെ ഈശ്വര വിശ്വാസികളെ സാക്ഷി നിർത്തി പറയുന്നു, യവന്മാരെ എല്ലാം അകത്തിടും, യാതൊരു തർക്കവും വേണ്ട. കുറ്റപത്രം തയ്യാറാക്കും, കയ്യാമം വെച്ച് കൊണ്ടുപോകും. കണ്ടോ നിങ്ങൾ? മെയ് മാസം 4 കഴിഞ്ഞ് കണ്ടോ? ഇതൊരു വെല്ലുവിളിയല്ല, യുക്തപ്രഖ്യാപനമല്ല. കുറ്റം ചെയ്താൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അപരാധികൾ ശിക്ഷ വാങ്ങണം. വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കേ. 10 കൊല്ലം ഭരിച്ചു ഉമ്മൻചാണ്ടി. കേരളം ഭരിക്കുമ്പോൾ അരിയുടെ വില, പെട്രോളിൻ്റെ വില, ഡീസലിൻ്റെ വില, ഗ്യാസിൻ്റെ വില എല്ലാം ഒന്ന് എടുത്തു നോക്കേ. ദേശാഭിമാനി എഴുതി ഇനി ഒരു വിലക്കയറ്റവും ഉണ്ടാവില്ല. അത് എഴുതിയ ദേശാഭിമാനിയുടെ വില വർദ്ധിപ്പിച്ചു യവന്മാർ. എന്നാൽ അതെങ്കിലും ചെയ്യണ്ടേ മര്യാദയ്ക്ക്? വിലക്കയറ്റം ഉണ്ടാകില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണം മടിയിൽ വെച്ച് കൊട്ടയുമായി കമ്പോളത്തിൽ ചെന്നാൽ കൊട്ട നിറച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് വരാം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി 10 വർഷം ഭരിച്ചു. ഇപ്പോൾ കൊട്ട നിറച്ച് കാശ് കൊണ്ടുപോയാൽ ഉള്ള സാധനം വാങ്ങിച്ച് മടിയിൽ വെച്ച് കൊട്ട വെയിൽ കൊള്ളാതെ തലയിൽ കമത്തിക്കൊണ്ട് വരാം. രൂക്ഷമായ വിലക്കയറ്റം. അരിയുടെ വില, പച്ചക്കറിയുടെ വില, പലവ്യഞ്ജനത്തിൻ്റെ വില, പഴവർഗ്ഗങ്ങളുടെ വില, ഗ്യാസിൻ്റെ വില, പെട്രോളിൻ്റെ വില, ഡീസലിൻ്റെ വില. വില കയറാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ, വില കുറഞ്ഞ ഒറ്റ സാധനമേ ഉള്ളൂ. അത് കേരളത്തിലെ മുഖ്യമന്ത്രി. വേറെ ആരുടെയും വില
കൂടിയിട്ടില്ല, ഇത് കുറഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾക്കറിയാമോ, മാവേലി സ്റ്റോറിൽ 15 ഐറ്റം സബ്സിഡി ഐറ്റങ്ങളാണ്. 15 എണ്ണത്തിന് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കും. വില കുറവാണ്. മാർക്കറ്റ് ഇൻ്റർവെൻഷൻ, കരിഞ്ചന്ത ഇല്ലാതാക്കാൻ. ആ 15 സാധനത്തിൽ ഒരു സാധനം ഈ മജീർ പള്ളിയിലെ മാവേലി സ്റ്റോറിലുണ്ടെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പണി ഞങ്ങൾ ചെയ്യാം. എന്താ കാര്യം? മാവേലി സ്റ്റോറുകളിൽ സാധനം കൊടുക്കുന്നില്ല. കൊടുക്കാത്തത് കോടാനുകോടി രൂപ സാധനം കൊടുക്കുന്ന ആളുകൾക്ക്, കച്ചവടക്കാർക്ക് കേരള ഗവൺമെൻറ് കൊടുക്കാനുണ്ട്. ഇവിടെ ഏതെങ്കിലും ആശുപത്രി ഉണ്ടോ? പോയി നോക്ക്. മരുന്നില്ല, ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, പാരാമെഡിക്കൽ സ്റ്റാഫില്ല. ഉക്കിനടുക്കയിൽ ഒരു മെഡിക്കൽ കോളേജുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരംഭിച്ച മെഡിക്കൽ കോളേജ് 10 കൊല്ലം ഭരിച്ചിട്ടും ഒരണുകട മുന്നോട്ട് നീങ്ങിയോ? കാസർഗോഡ് ആരോഗ്യരംഗത്ത് ഏറ്റവും പിന്നോക്ക. ആ പിന്നോക്കാവസ്ഥ കണ്ടുപിടിച്ച് പരിഹരിക്കാനാണ് അന്നത്തെ കളക്ടറായിരുന്ന പ്രഭാകരനെ ഉമ്മൻചാണ്ടി ഒരു കമ്മീഷനായി വെച്ചത്. പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. എന്താ റിപ്പോർട്ട്? കാസർഗോഡ് ജില്ല കേരളത്തിലെ ഏറ്റവും പിന്നോക്ക ജില്ലയാണ്. ഈ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കണമെങ്കിൽ 11,168.66 കോടി രൂപ ചെലവാക്കണം. ആരോഗ്യരംഗം അടിവരയിട്ടു. 2,688.66 കോടി രൂപ ആരോഗ്യ മേഖലയ്ക്ക് മാത്രം. നമുക്കിവിടെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്, നമുക്കിവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഉണ്ട്, നമുക്ക് താലൂക്ക് ആശുപത്രിയുണ്ട്, നമുക്ക് ജനറൽ ആശുപത്രിയുണ്ട്, നമുക്ക് ഡിസ്ട്രിക്ട് ആശുപത്രിയുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ മുഴുവൻ സർജറിക്കുള്ള സംവിധാനമുണ്ട്. പക്ഷെ സർജറി നടക്കുന്നില്ല. എന്താ കാര്യം? അനസ്തേഷ്യയില്ല, അനസ്തേഷ്യനിസ്റ്റ് ഇല്ല, അനസ്തേഷ്യയില്ല, അനസ്തേഷ്യനിസ്റ്റുമില്ല. പിന്നെങ്ങനെയാ മനുഷ്യനെ കീറി മുറിക്കുന്നത്? അവനെ ബോധം കെടുത്തണമെങ്കിൽ അനസ്തേഷ്യ കൊടുക്കണ്ടേ? കൊടുക്കാൻ ഡോക്ടർ വേണ്ടേ? താലൂക്ക് ആശുപത്രിയിൽ ഓപ്പറേഷൻ നടക്കുന്നില്ല. കോവിഡ് മഹാമാരി വന്നു. കാസർഗോഡ് ഒറ്റയാൾ മരിച്ചില്ല, 19 ആളുകൾ മരിച്ചു. കോവിഡ് വന്നല്ല. എന്താ കാര്യം? കർണാടകത്തിൻ്റെ അതിർത്തിയായ തലപ്പാടിയിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള വഴി അടച്ചു. തുടർ ചികിത്സ കിട്ടാൻ മംഗലാപുരത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് 19 പേർ മരിച്ചു കാസർഗോഡ്. അറിയോ? 2 ഗർഭിണികൾ ആംബുലൻസിൽ കിടന്ന് പ്രസവിച്ചു. 1897 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ പകർച്ചവ്യാധികൾ തടയാനൊരു നിയമമുണ്ടാക്കി, എപ്പിഡമിക് ആക്ട്. ആ ആക്ടിന്റെ ചുവട് പിടിച്ച് കേരള ഗവൺമെന്റ് കോവിഡിന്റെ കാലത്ത് എല്ലാ ജില്ലാ അതിർത്തികളും അടച്ചു. 6727 എൻഡോസൾഫാന്റെ രോഗികൾ നരകയാതന അനുഭവിച്ചു. ശ്രീമതി രക്ഷപ്പെട്ടു. PPE കിറ്റ്, N95 മാസ്ക്, ഓക്സിമീറ്റർ, സാനിറ്റൈസർ, കോടാനുകോടി രൂപയുടെ PPE കിറ്റ് വാങ്ങിച്ചു, N95 മാസ്ക് വാങ്ങിച്ചു, സാനിറ്റൈസർ വാങ്ങിച്ചു, ഓക്സിമീറ്റർ വാങ്ങിച്ചു. കോടികൾ തട്ടി. ചോദിക്കാനും പറയാനും ആരുമില്ല. എന്താ കാര്യം? ഡബിൾ ലോക്ക്ഡൗൺ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പിണറായി വിജയ 2026 കോവിഡ് ഇല്ല, ലോക്ക്ഡൗൺ ഇല്ല, ഡബിൾ ലോക്കില്ല, ട്രിപ്പിൾ ലോക്കില്ല. ഈ ജനങ്ങൾ മുഴുവൻ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യും. ബാലറ്റ് പേപ്പർ കിട്ടും, കോണി അടയാളം കാണും, കുത്തും. ഇവിടെ ആരെ തോപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് ഞങ്ങളൊന്ന് കാണട്ടെ. ഈ മഞ്ചേശ്വരത്ത്, ഈ കാസർഗോഡ് മെയ് 4-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്ക് പോകുമ്പോൾ അവിടെ അസ്ലമൊക്കെ ഇരിപ്പുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് പടന്ന. അതുപോലെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബാവയുണ്ട്. ഞാൻ തൃക്കരിപ്പൂർ ഇത്തവണ സന്ദീപ് വാര്യർ MLA, നീലകണ്ഠൻ ഉദുമ MLA. സാധാരണ
കാസർഗോഡ് നിന്ന് 2 MLA-മാരെ സത്യപ്രതിജ്ഞയ്ക്ക് പോകും. ഇത്തവണ 4 എണ്ണം പോകും. 4 എണ്ണത്തിനെ കൊണ്ട് MP പോകാൻ പോകുന്നത്. കാരണം മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്ടും മാറ്റത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങി. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ പ്രതിപക്ഷത്താണ്. AK അഷ്റഫ് 10 വർഷം 5 കൊല്ലം പ്രതിപക്ഷ MLA ആണ്. പ്രതിപക്ഷ MLA-ക്ക് പരിമിതികളുണ്ട്. ഇനി കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം ഈ മഞ്ചേശ്വരത്തേക്ക് വികസനത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് ശ്രീ AK അഷ്റഫ് കൊണ്ടുവരാൻ പോവുക. നിങ്ങൾ എഴുതിയിട്ടോ? അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ AK അഷ്റഫിനെ വൻപിച്ച ഭൂരിപക്ഷം കൊടുക്കണം. തിരുവനന്തപുരത്ത് ഒരു സമരം നടന്നു, ആശാ വർക്കർമാരുടെ സമരം. 265 ദിവസത്തെ സമരം. ആ സമരം ആദ്യം പകൽ മാത്രം, പിന്നെ രാപ്പകൽ സമരം, പിന്നീട് നിരാഹാര സമരം, പിന്നീട് കയ്യും കാലും കെട്ടിവരിഞ്ഞ് ശയന പ്രദക്ഷിണം, പിന്നീട് തലമുടി മുറിച്ച് സമരം, പിന്നീട് മുട്ടയടിച്ച് സമരം. ഭരണസിലാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാ വർക്കർമാർ അവിടെ പട്ടിണി കിടന്ന് വെയിലും മഴയും എല്ലാം സഹിച്ച് ഒരു 10 രൂപ കൂടുതലിന് വേണ്ടി തെണ്ടിയപ്പോൾ തേരാ പാരാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ആ പാവപ്പെട്ട അമ്മമാരെ കണ്ടില്ല, ആ സഹോദരിമാരെ കണ്ടില്ല. അവർക്കൊരു 10 രൂപ 265 ദിവസം സമരം ചെയ്തിട്ട് കൂട്ടിക്കൊടുത്തില്ല. ശരത് ലാലിനെ, കൃപേഷിനെ കൊന്നു, അരിയൽ ഷുക്കൂറിനെ കൊന്നു, ഷുഹൈബിനെ കൊന്നു, 51 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്നു. കൊന്നവന്മാരെല്ലാം മാർസിസ്റ്റ്, ജയിലിൽ കിടക്കുന്ന മുഴുവൻ മാർസിസ്റ്റ്. ആ മാർസിസ്റ്റുകാർക്ക് ഒരു ദിവസം അവരുടെ വരുമാനം 700 രൂപയാക്കി കൊടുത്തു ഈ മുഖ്യമന്ത്രി. രൂപയാക്കി. ആശാ വർക്കർമാർക്ക് ഒരു 10 രൂപ കൂട്ടിക്കൊടുക്കാത്ത മുഖ്യമന്ത്രി നമ്മുടെ ശരത് ലാലിനെ, നമ്മുടെ കൃപേഷിനെ, നമ്മുടെ അരിയൽ ഷുക്കൂറിനെ, നമ്മുടെ ഷുഹൈബിനെ, ചന്ദ്രശേഖരനെയൊക്കെ കൊന്ന കൊലപ്പുള്ളികൾക്ക് 700 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തു. അംഗനവാടി ടീച്ചർമാർ, ആശാ വർക്കർമാരെ പോലെ കുടുംബശ്രീ, ഹരിതകർമ്മസേന 10 രൂപ കൂട്ടിക്കൊടുത്തു. 10 കൊല്ലം ഭരിച്ചിട്ട്. പ്രായം ചെന്ന ആളുകൾക്ക് പെൻഷൻ 2500 ആക്കുമെന്ന് പറഞ്ഞു. 1600, 400 കൂട്ടി 2000 ആക്കി. ഇനി പിണറായി വിജയൻ്റെ പെൻഷൻ വാങ്ങാൻ പോകണ്ട. നമ്മുടെ ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്താൽ പെൻഷൻ 3000 രൂപ നിങ്ങളുടെ കയ്യിലെത്തും. തർക്കം വേണ്ട. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. ഇനി KSRTC ബസ് എവിടേക്കാണ് പോകുന്നത്? ബാംഗ്ലൂർ പോകാം, മൂകാംബിയെ പോകാം, നാഗൂർ പള്ളി പോകാം, വേളാങ്കണ്ണി പോകാം. KSRTC കേരളത്തിൽ നിന്ന് എവിടൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നു അതിനകത്ത് ഒരൊറ്റ സ്ത്രീകൾക്കും ഇനി ടിക്കറ്റ് എടുക്കേണ്ട. UDF അധികാരത്തിൽ വന്നാൽ സൗജന്യ യാത്ര. അറബ് ഗോത്രങ്ങൾ പെൺകുട്ടികൾ ജനിച്ചാൽ കൊന്നു കളഞ്ഞിരുന്നു. പ്രവാചകനായ മുഹമ്മദ് നബി 6666 ആയത്തുള്ള ഖുറാനിൽ പെൺകുട്ടികളെ കൊല്ലുന്ന നിരോധിച്ചു. അദ്ദേഹം ഒരു പെൺകുട്ടിയെ കൊന്ന വാർത്ത വായിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞു. പെൺമക്കളൊരു ശാപമാണോ? ഇനിയല്ല. കേരളത്തിലെ മുഴുവൻ അമ്മമാരെ, പിതാക്കന്മാരെ, നിങ്ങൾക്ക് പെൺകുട്ടിയുണ്ടോ? അവളെ കോളേജിൽ പഠിക്കാൻ അയച്ചോ? 1000 രൂപ ഒരു മാസം അവിടെ അക്കൗണ്ടിൽ UDF ഗവൺമെൻറ് ഇട്ടിരിക്കും. എന്തിനാ 1000 രൂപ? ധാരാളം ചെറുപ്പക്കാർക്ക് നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാം. 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. മാതാപിതാക്കന്മാരെ വഴിയിൽ വലിച്ചെറിയുന്ന മക്കൾ
ആ മക്കൾ സൂക്ഷിച്ചോ. ഇനി ആ മാതാക്കന്മാരുടെ കാവലാളന്മാരായി വയോജന വകുപ്പുണ്ടാക്കി കേരള ഗവൺമെൻറ് അവരെ സംരക്ഷിക്കും. യാതൊരു തർക്കവും വേണ്ട. എന്തെല്ലാം ആനുകൂല്യമാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് UDF അധികാരത്തിൽ വരണം. 977 പോലെ വരണം. 111 സീറ്റുകളുമായി വരണം. കാസർഗോട്ടിൻ്റെ അംഗബലം 2-ൽ നിന്ന് 4 ഉയരണം. ഭൂരിപക്ഷം വർദ്ധിക്കണം. കഴിഞ്ഞ നിരവധി വർഷക്കാലം ഊണിലും ഉറക്കത്തിലും ഈ മഞ്ചേശ്വരം എന്ന ചിന്തയല്ലാതെ മറ്റൊരു ചിന്ത ശ്രീ AK അഷ്റഫിൻ്റെ മനസ്സിനെ മതിച്ചിട്ടില്ല. രാപ്പകലില്ലാതെ ഒരു നാടിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ശ്രീ AK അഷ്റഫിനെ കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 15,000 മുകളിൽ ആക്കി. സുരേന്ദ്രനെ ഇവിടുന്ന് കെട്ടുകെട്ടി വേണമെങ്കിൽ ഒരു ഹെലികോപ്റ്ററിൻ്റെ വാടക നമ്മൾ കൊടുക്കാം. പറപ്പിക്കണം സുരേന്ദ്രനെ. കാരണം ഈ മഞ്ചേശ്വരം തലപ്പാടിക്കിപ്പുറത്തോട്ട് വർഗീയ രാഷ്ട്രീയം ഒരിക്കലും ചെലവാകില്ലെന്ന് തെളിയിക്കണം. ഈ മഞ്ചേശ്വരം മതനിരപേക്ഷ മണ്ണാണെന്ന് സുരേന്ദ്രനെയും BJPയെയും RSSനെയും ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് 9-ാം തീയതി രാവിലെ പോളിംഗ് ബൂത്തിൽ പോയി കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ AK അഷ്റഫിന് നിങ്ങൾ വിജയിപ്പിച്ച് മെയ് 4 കഴിഞ്ഞ് നമുക്ക് സത്യപ്രതിജ്ഞ കാണാൻ സ്ത്രീകൾക്ക് മുഴുവൻ ആളുകൾക്കും തിരുവനന്തപുരത്ത് പോകാം. എല്ലാവരെയും സർവശക്തനായ തമ്പുരാൻ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ അഷ്റഫിന്